എൻ്റെ ഈ ദുഃഖം എന്ന് മാറാനാ? എൻ്റെ ഈ വേദന എന്ന് തീർന്നു പോകാനാ? എൻ്റെ ഈ അസ്വസ്ഥതകളിൽ നിന്നൊന്ന് സമാധാനവും ശാന്തിയും എനിക്ക് എപ്പോൾ കിട്ടാനാ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ തളർത്തും. നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ നമ്മുടെ മനസ്സിനെ തളർത്തും. നമ്മുടെ മനസ്സ് തളരുമ്പോൾ നമ്മുടെ ശരീരവും തളരും. മനസ്സും ശരീരവും തളരുമ്പോൾ ആത്മാവിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ആത്മാവ് ദൈവാത്മാവുമായി ബന്ധമുണ്ടാകുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുക. ദൈവാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകളും മകനുമാകും. അതിനാൽ നമുക്ക് പറയാം, കർത്താവേ, നീ എന്നെ ശക്തിപ്പെടുത്തണം, നീ എന്നെ ധൈര്യപ്പെടുത്തണം, നിൻ്റെ കൃപയാൽ എന്നെ നിറയ്ക്കണം, നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം, നിൻ്റെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണം, എപ്പോഴും എൻ്റെ കൂടെയുണ്ടാകണം. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്വരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, 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 സ്തുതി. ആരാധന, മഹത്വം, 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 മഹത്വം. കൃപ ചൊരിയണേ കർത്താവേ, അനുഗ്രഹിക്കണേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് തന്ന ആലയത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകരെ എല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോ മക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ സഹായിക്കുന്നവരും ശക്തിപ്പെടുത്തുന്നവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചിട്ട് ഒരു സ്തുതി കൊടുത്ത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് നമ്മളെക്കുറിച്ച് പറയാണ്, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. കാലിടറുവോ? കാലിടറില്ല. അവർ എനിക്ക് ആദ്യജാതന്മാരാണ്. ആദ്യജാതൻ, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായ മകൻ. ഞാൻ അവർക്ക് പിതാവായിരിക്കും, ഞാൻ അവർക്ക് പിതാവായിരിക്കും, അവരെനിക്ക്. പിന്നെ നിങ്ങളെയൊക്കെ വിളിച്ചു കർത്താവ് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോ മക്കളെയും നോക്കി, ഞാൻ നിൻ്റെ അപ്പനാട്ടാ, ഞാൻ നിൻ്റെ അപ്പൻ. ആണോ? ആണോ? അപ്പൻ കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഉത്കണ്ഠ വേണോ? ആകുലത വേണോ? അസ്വസ്ഥത വേണോ? നിരാശ വേണോ? ഇങ്ങനെ 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 ഞാൻ ദൂരമായി വിഷമിക്കുന്നു, എത്ര നാളായി കരയുന്നു, എത്ര നാളായി സങ്കടപ്പെടുന്നു, ഈ വീൽ ചെയറിൽ നിന്നൊന്ന് എഴുന്നേൽക്കാൻ എനിക്ക് പറ്റണ്ട, കാൽവേദനയും കൈവേദനയും ഒന്നും മാറണ്ട, ഈ നടു ഒന്ന് നിവർത്തിയിരിക്കാൻ പറ്റണ്ട, എല്ലാവരും എന്നെ വെറുക്കാന്ന് എനിക്ക് തോന്നണേ. ഇല്ലേ? ഇല്ലേ? വെരി ഗുഡ്. എന്നെ അങ്ങനെ നോക്കി നോക്കി മടുത്തു എന്നാ തോന്നണേ. നോക്കണവർക്കല്ലാതെ അറിയുള്ളൂ. നോക്കി നോക്കി അവർ മടുത്തു എന്നാ തോന്നണേന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നോക്കണവരാണ് മടുപ്പുണ്ടോന്ന് അറിയുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കർത്താവിൻ്റെ കയ്യൊപ്പ് വാങ്ങിയ ഗ്രൂപ്പാണ്, സ്പെഷ്യൽ ഗ്രൂപ്പ്.
ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം സ്വന്തമാക്കുന്ന സണ്ണി പറഞ്ഞില്ലേ, സ്വർഗത്തിൽ പോവാൻ ഞങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടാലും അങ്ങോട്ട് എത്തുമെന്ന് സംശയം. കാരണം ശരീരത്തിൽ സഹിച്ചവൻ പാപത്തിൽ നിന്ന് അകന്നിരിക്കും. അപ്പം നിങ്ങളുടെ പാപം നോക്കി കർത്താവിന് കരയണോ? വേണ്ട. നിങ്ങൾ ഇതിൽ ഇരുന്നിട്ട് ഇങ്ങനെ മനസ്സ് തളരാതെ, അസ്വസ്ഥത വരാതെ, ആരോട് ദേഷ്യം വിചാരിക്കാതെ, സങ്കടം ഉള്ളിലൊതുക്കി കഴിയാതെ, വേദനയും കൊണ്ട് ഇങ്ങനെ ഓർത്ത് ദുഃഖിച്ച് മനസ്സ് തളർന്നു പോകാതെ എപ്പോഴും ഇങ്ങനെ ഫ്രഷായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, ദാഹിച്ചുകൊണ്ടിരിക്കണം, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം, സ്വന്തമാക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഇരിപ്പിന് ഫലം ഉണ്ടാകുക, ഈ രോഗാവസ്ഥയ്ക്ക് ഫലം ഉണ്ടാകുക, ഈ ബലഹീനതകൾക്ക് ഫലം ഉണ്ടാകുക. പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിൻ്റെ സ്വന്തമാക്കിയ ദൈവത്തിൻ്റെ പൊന്നുമക്കള് കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുന്നിൽ നിന്ന് എങ്ങോട്ടും ഓടാൻ പറ്റില്ല. പറ്റുമോ? ഓടാൻ പറ്റുമെങ്കിൽ വീൽ ചെയറിലിരിക്കുമോ? ഇല്ല. രോഗിയായി ഈ അവസ്ഥയിൽ എത്തിച്ചുവെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഭയങ്കര സ്നേഹമുണ്ട്, ദൈവത്തിന് ഭയങ്കര സന്തോഷമുണ്ട്, ദൈവത്തിന് നമ്മളോട് ഭയങ്കര നന്ദിയുണ്ട്. ദൈവത്തിന് നന്ദിയുണ്ട് നമ്മളോട്. എൻ്റെ മോള് കണ്ണ് കാണില്ല, പക്ഷെ എൻ്റെ മോൾ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നേ? ഉൾക്കണ്ണുകൊണ്ട് കാണുക അല്ലേ ചേച്ചിയെ? ഉൾക്കണ്ണുകൊണ്ട് എന്നെ എൻ്റെ മോള്, എൻ്റെ മോൻ കണ്ടുകൊണ്ടിരിക്കുക. അവളുടെ മനസ്സ് തളരാനുള്ള എല്ലാ കാര്യമുണ്ട്, പക്ഷെ അവളുടെ മനസ്സ് തളരുന്നില്ല. എന്തുകൊണ്ടാ? ഈശോയുടെ കൂടെ ആയിരിക്കുന്നുണ്ട്. ഞാനൊരിക്കൽ ഇതുപോലെ ആകെ ചീഞ്ഞളിഞ്ഞ് കിടക്കാട്ടോ, ആരും അടുക്കുന്നില്ല. ഞാൻ ചെന്നിട്ട് കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താ വേണ്ട, എഴുന്നേൽക്കണ? എൻ്റെ മുഖത്ത് നോക്കി, എഴുന്നേൽക്കണം, പക്ഷെ മോള് എഴുന്നേൽപ്പിക്കണ്ട. ഞാൻ ചോദിച്ചെൻ്റെ മോൾ അവിടെ ക്ലാസ് എടുക്കണ ആളല്ലേ, മോൾക്ക് എന്നെ തൊടാറിക്കില്ലേ? ഞാൻ പറഞ്ഞു, എന്തിന്? ഇതെൻ്റെ അമ്മയാ ഈ കിടക്കണത്, എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യില്ലേ? അമ്മയ്ക്ക് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ ഇതെൻ്റെ അപ്പന് വേണ്ടി ചെയ്യും. അങ്ങനെ ഞാൻ ചെന്ന് കൈ പിടിച്ചപ്പോൾ ദൈവമേ, അപ്പം ആളുടെ ചിന്ത എന്താണെന്നറിയോ? ഈശോ എൻ്റെ അടുത്ത് വന്നു. ഈശോ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈശോ വന്ന് എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ഈശോയെ നോക്കാത്തത് കൊണ്ട് നമുക്ക് കാണുന്നില്ല ഈശോയെ. നമ്മളുള്ളിൽ ഇങ്ങനെ പരാതിയും പരിഭവവും വെറുപ്പും വേദനയും അസ്വസ്ഥതയും വെറുപ്പൊക്കെ ഇങ്ങനെ വെച്ച് വിഷമിച്ച് അതിലേക്ക് ചിന്തിച്ച്, അവരെന്നാലും അങ്ങനെ ചെയ്തില്ലേ, അവരിങ്ങനെ ചെയ്തില്ലേ, അവരങ്ങനെ പറഞ്ഞില്ലേ, അവരിങ്ങനെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഓർത്ത് ചിന്തിച്ച് ധ്യാനിച്ച് നമ്മുടെ മനസ്സ് തളരുക. സങ്കീർത്തനത്തിൽ പറയാം, 73-ാം സങ്കീർത്തനം 21, എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ അന്തരംഗത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായി മാറി. അങ്ങയുടെ മുൻപിൽ ഞാനൊരു മൃഗത്തെ പോലെയായി. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനായി മാറി, അജ്ഞനായി മാറി. ഇതുപോലെ നമുക്ക് ചില അജ്ഞത വരും, അറിവില്ലായ്മ വരും, കാണാൻ കാഴ്ചയില്ലാതെ വരും, കണ്ണിൽ കണ്ടു എന്ന് കാണാത്ത പോലെ വരും. നമ്മുടെ മനസ്സ് തളർന്നാൽ നമ്മളെല്ലാവരോടും വെറുപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജ്ഞാനമൊക്കെ പോവും, കൃപയൊക്കെ പോവും, നമ്മൾ തളർന്നു പോവും. അതുകൊണ്ട് ആത്മാവിൽ മുറിവേൽക്കാൻ ഇടവരരുത്. അന്തരംഗത്തില് ഹൃദയത്തില് വേദനിച്ചിരിക്കാൻ നമ്മളെ വിട്ടുകൊടുക്കരുത്. അപ്പപ്പോൾ ക്ഷമിച്ച്, അപ്പപ്പോൾ സ്നേഹിച്ച്, അപ്പപ്പോൾ വിടുതൽ പ്രാപിച്ച്